നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എല്ലാ തരത്തിലും വികസനം മുടക്കുക എന്നതാണ് പ്രതിപക്ഷ അജണ്ടയെന്ന് മന്ത്രി MP രാജേഷ്. ആൽക്കഹോൾ നിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച്. മദ്യ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമസഭയിൽ വരുമ്പോൾ കാണാമെന്നും മന്ത്രി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ PMAY ലൈഫ് ഗുണഭോക്തൃ സംഗമം. 3.5 കോടിയുടെ ഭവന പദ്ധതിയിൽ 7 പഞ്ചായത്തുകളിൽ നിന്നായി 350 ഗുണഭോക്താക്കൾ. ആദ്യ ഗഡു വിതരണോദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. വാടാനം കൃഷിയിൽ ജനവാസ മേഖലയിലെ സ്ക്രാപ്പ് ഗോഡൌണിൽ വൻ തീപിടുത്തം. അഗ്നിരക്ഷാസേന തീ നിയന്ത്രണ വിധേയമാക്കിയത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ. നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ സ്ക്രാപ്പ് ഗോഡൌൺ ജനജീവിതത്തിന് ഭീഷണിയായി മാറുകയാണെന്ന് നാട്ടുകാർ. കേന്ദ്ര നയങ്ങൾ കാർഷിക മേഖലയ്ക്ക് വെല്ലുവിളിയെന്ന് കർഷക സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി MR മുരളി. കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്കായി കേന്ദ്രം കർഷകരെ ബലി കൊടുക്കുന്നു. മങ്കരയിൽ കേരള കർഷക സംഘം കൺവെൻഷൻ. വാർത്തകൾ വിശദമായി. എല്ലാ തരത്തിലും വികസനം മുടക്കുകയെന്ന അജണ്ടയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്ന് മന്ത്രി MP രാജേഷ്. ആൽക്കഹോൾ നിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. കേരളം നിക്ഷേപ സൗഹൃദമല്ലെന്നായിരുന്നു ഇക്കാലമത്രയും പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ വരാൻ തുടങ്ങിയതോടെ പ്രതിപക്ഷം ആരോപണം മാറ്റിപ്പിടിച്ചു. കഴിഞ്ഞ 15 വർഷത്തിനിടെ സമരങ്ങൾ കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയെന്ന റിപ്പോർട്ട് വന്നു. മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന ആരോപണം തെറ്റെന്ന് തെളിഞ്ഞതോടെയാണ് വെള്ളത്തിന്റെ കാര്യവുമായി പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുന്നത്. വിഴിഞ്ഞം, ഗെയിൽ ഉൾപ്പെടെ എല്ലാ വികസനത്തിനും എതിരെ നിന്നവരാണ് ഇപ്പോഴും ആരോപണം ഉന്നയിക്കുന്നത്. ഒരു കാര്യവും നടക്കരുതെന്നും ഒന്നും നടത്താൻ അനുവദിക്കില്ല എന്നും നിശ്ചയിച്ചുറപ്പിച്ച വളരെ പ്രതിലോമകരമായി പ്രവർത്തിക്കുന്ന ശക്തികളാണ് ഇതിനെയൊക്കെ വിവാദമാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിക്ഷേപം വരുന്നില്ല എന്ന് ഇത്രയും കാലം പ്രചരിപ്പിച്ചവർക്ക് ആ പ്രചരണം ഇപ്പോൾ യേശുന്നില്ല എന്ന് വ്യക്തമായി. കാരണം വലിയ തോതിൽ നിക്ഷേപം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യവസായ വികസന സൂചികയിൽ കേരളം 1ാം റാങ്കിലെത്തി. പഴയ പരാതി എന്തായിരുന്നു? വ്യവസായ വികസന സൂചികയിൽ കേരളം പിന്നിലാണ് എന്നായിരുന്നു. 1ാം റാങ്കിലെത്തി. അപ്പം മിണ്ടാട്ടമില്ലാതായി. കഴിഞ്ഞ ദിവസം കണക്ക് വന്നല്ലോ. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ പണിമുടക്കുകൾ ഏറ്റവും കുറവ് ഉണ്ടായ സംസ്ഥാനം കേരളമാണ്. എന്തെല്ലാം തെറ്റായ ആഖ്യാനങ്ങളാണോ കേരളത്തെ കേന്ദ്രീകരിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത്, അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത്. അപേക്ഷ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് തെളിയിക്കാനാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും ദിവസവും 3 നേരം ആരോപണം ഉന്നയിക്കുന്നത്. മദ്യകമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമസഭയിൽ വരട്ടെയെന്നും അപ്പോൾ കാണാമെന്നും മന്ത്രി പാലക്കാട്ട് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് PMAY ലൈഫ് ഗുണഭോക്തൃ സംഗമം ആദ്യ ഗഡു വിതരണവും നടത്തി. മന്ത്രി MP രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയായി. 350 കുടുംബങ്ങൾക്കാണ് ആദ്യ ഗഡു വിതരണം ചെയ്തത്. 2024-25, 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി 3.5 കോടിയാണ് ഇതിനെ വകയിരുത്തുന്നത്. 7 പഞ്ചായത്തുകളിൽ നിന്ന് 50 പേർക്ക് വീതം 350 പേർക്കാണ് ആദ്യഘട്ടത്തിൽ തുക ലഭിക്കുക. അർഹതപ്പെട്ട മുഴുവൻ പേർക്കും 2 ഘട്ടമായി തുക നൽകാനാണ് ബ്ലോക്ക് ഭരണസമിതി ലക്ഷ്യമിടുന്നത്. 7 പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഓരോ ഗുണഭോക്താക്കൾക്ക് മന്ത്രി ചെക്കിന്റെ മാതൃക കൈമാറി. ഹൗസിംഗ് ഓഫീസർ AP രാജേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, ബ്ലോക്ക് മെമ്പർമാരായ കൃഷ്ണകുമാർ മാസ്റ്റർ, ഷെറീന ടീച്ചർ, സെക്രട്ടറി AG അനിൽകുമാർ, GO K പ്രസാദ്, HC ധർമ്മദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേന്ദ്ര സർക്കാർ നയങ്ങൾ കാർഷിക മേഖലയ്ക്ക് വെല്ലുവിളിയായി മാറുകയാണെന്ന് കർഷക സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി MR മുരളി.
കേരള കർഷക സംഘം മങ്കര പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.ആർ. മുരളി. കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് എം.ആർ. മുരളി ആരോപിച്ചു. രാജ്യത്ത് കാർഷിക മേഖലയ്ക്ക് കേന്ദ്ര നയങ്ങൾ വൻ തിരിച്ചടിയാണ്. കേരളത്തിന്റെ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്നും എം.ആർ. മുരളി കുറ്റപ്പെടുത്തി. അവരെ ഒരു സുഹൃത്തായി സഹായിയായി കർഷക സംഘത്തിന് പ്രവർത്തിക്കാൻ സാധിക്കണം. ആ നിലയിലുള്ള ഒരു സംഭാവന കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കർഷക സംഘത്തിന് നൽകാൻ കഴിയും. എല്ലാ വീടുകളുമായും ബന്ധപ്പെടണം എന്ന് പ്രത്യേകം പറയുന്നതിന്റെ കാര്യം, കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഒന്നല്ലെങ്കിൽ ഒന്ന് പ്രശ്നങ്ങളുണ്ട്. ക്ഷീരമേഖല, ഞാൻ ശശിയോട് ചോദിച്ചു, ക്ഷീരമേഖലയിലുള്ള ക്ഷീര കർഷകർ 1 ലിറ്റർ പാലിന് ഇപ്പൊ ലഭിക്കുന്ന വിലയ്ക്ക് പുറമെ ലഭിക്കേണ്ട സബ്സിഡി കിട്ടുന്നുണ്ടോ? പൂർണ്ണമായിട്ട് കിട്ടുന്നു. 3 രൂപ കിട്ടുന്നു. കെ.ആർ. ഷാജീവ് അധ്യക്ഷത വഹിച്ചു. ഇ.ആർ. ശശി, സി.ബി. ഉദയപ്രകാശ്, എം. നാരായണൻകുട്ടി, കെ. ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാടാനംകുറിശ്ശിയിൽ ജനവാസ മേഖലയിലെ സ്ക്രാപ്പ് ഗോഡൌണിൽ വൻ തീപിടുത്തം. കഴിഞ്ഞ രാത്രിയാണ് ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. ഷൊർണൂർ അഗ്നിരക്ഷാ സേന മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ജനവാസ മേഖലയോട് ചേർന്ന സ്ക്രാപ്പ് ഗോഡൌണിൽ കഴിഞ്ഞ രാത്രിയുണ്ടായ തീപിടുത്തം പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. വളരെ പെട്ടെന്ന് തീ ആളിപ്പടരുകയായിരുന്നു. സ്ക്രാപ്പ് ഗോഡൌണിൽ കൂട്ടിയിട്ട നേരത്തെ എണ്ണകൾ സൂക്ഷിച്ചിരുന്ന ക്യാനുകളിൽ നിന്നാണ് തീ പടർന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഷൊർണൂരിൽ നിന്ന് അഗ്നിശമന സേനയെത്തി ഏറെ നേരം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കിയത്. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയോട് ചേർന്നാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നത്. സമീപത്തു തന്നെ അംഗൻവാടിയുമുണ്ട്. സ്ക്രാപ്പ് ഗോഡൌൺ പ്രദേശത്ത് ആരംഭിക്കുന്നതിനെതിരെ തുടക്കത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലും ഇതിനെയെല്ലാം അവഗണിച്ചാണ് ഈ പ്രദേശത്ത് ഗോഡൌൺ പ്രവർത്തനം ആരംഭിച്ചത്. കൊതുക് ശല്യം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നാട്ടുകാർ നേരിടുന്നതിനിടെയാണ് ഗോഡൌണിൽ തീപിടുത്തവും പതിവാകുന്നത്. ഒരു വർഷത്തിൽ 2-3 തവണ ഇവിടെ തീപിടുത്തമുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പത്തിരിപ്പാലയിൽ സുമനസ്സുകളുടെ കൂട്ടായ്മയിൽ നിർധന കുടുംബത്തിന് വീടൊരുങ്ങി. വെൽഫെയർ പാർട്ടി മുൻകൈയെടുത്താണ് വീട് നിർമ്മിച്ചു നൽകിയത്. പത്തിരിപ്പാല പൂക്കോട്ടുകുന്ന് റോഡിൽ നിർമ്മിച്ച വീടിന്റെ ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് ഖാലിദ് നിർവഹിച്ചു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അവസാനം യാക്കോബ് മറ്റു മുടന്തിന്റെ മുടന്ത് മാറ്റി കൊടുത്തിട്ടും സ്വന്തം മുടന്ത് മാറ്റിയില്ല എന്നുള്ളതാണ്. ഞങ്ങൾ വെൽഫെയർ പാർട്ടിക്കാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇതാ പറയുന്നത്, ജനങ്ങളുടെ ഇടയിൽ മെല്ലെ 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 സഞ്ചരിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് വീടില്ലാത്ത പ്രവർത്തനം വന്ന് മറ്റു നാട്ടുകാർക്ക് വീടുണ്ടാക്കുന്ന ഒരു കാര്യത്തെ പറ്റി സൂചിപ്പിക്കുന്നത്. ഇത് കുറച്ചുകൂടി വിശാലത ആകണം. ജനങ്ങൾ അത്രയും ഭയങ്കര മോശപ്പെട്ട സാമ്പത്തിക അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോളിംഗ് ബൂത്തിൽ പോയപ്പോൾ ആദ്യത്തെ 6 മണിക്ക് നിൽക്കുന്നത് ആദിവാസി സ്ത്രീകളാണ്. അപ്പൊ അവരോട് നിങ്ങൾ എവിടുന്നാണ് വന്ന് ചോദിച്ചപ്പോൾ വളരെ ദൂരം മലന്റെ മേലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഭാഗത്താണ് ഞങ്ങളുടെ ഊരുകൾ എന്ന് പറഞ്ഞു. ജാഫർ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. മൗണ്ട് സിന CEO കെ മുഹമ്മദ് ബഷീർ, ഡോക്ടർ കുഞ്ഞു മുഹമ്മദ്, PA ഷംസുദ്ദീൻ, ഗിരീഷ് പാലാരി, ഉമ്മർ അമ്പലപ്പാറ, TM സുധീർ, ഉമ്മർ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. ഉമ്മർ ഫാറൂഖ് സ്വാഗതവും സിക്കന്ദർ പത്തിരിപ്പാല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ പഞ്ചായത്തിലെ 10ാം വാർഡിലുള്ള ആലത്തുംപറമ്പ് റോഡ് സഞ്ചാരയോഗ്യമായി. ജനപ്രതിനിധികളായ VM അൻവർ സാദിഖ്, PU റജുല എന്നിവർ മുൻകൈയെടുത്ത് ഘട്ടം ഘട്ടമായാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. റോഡെന്ന ചിരകാലാഭിലാഷം പൂവണിഞ്ഞ ആഹ്ലാദത്തിലാണ് പ്രദേശത്തെ 50ഓളം കുടുംബങ്ങൾ. ഏകദേശം 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണിത്. 6 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. കാൽനട യാത്ര പോലും ഇതിലെ ദുരിതമായിരുന്നു. ജനപ്രതിനിധികളായ VM അൻവർ സാദിഖ്, PU റജുല എന്നിവർ മുൻകൈയെടുത്താണ് റോഡെന്ന സ്വപ്നം പൂർത്തീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ആലത്തുപറമ്പ് റോഡിൻ്റെ അവസാന ഭാഗവും കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ചത്.
ജനങ്ങളുടെ റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. ഒരു ദൗത്യ പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഞാനിവിടെ വരുമ്പോൾ റസില ടീച്ചർ ഇവിടെ പ്രതിദാനം ചെയ്യുന്ന ഈ വാർഡിലെ ആലത്തുപറമ്പ് എന്ന പ്രദേശം ഒരു സൈക്കിൾ പോലും പോവാൻ കഴിയാത്ത വളരെ ബുദ്ധിമുട്ടി ഇരിക്കുന്ന ഈ പ്രദേശം ഇന്നത്തോടുകൂടി ആലത്തുപറമ്പിൻ്റെ എല്ലാ പ്രദേശങ്ങളും റോഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. റോഡിനായി മുൻകൈയെടുത്ത ജനപ്രതിനിധികളെ നാട്ടുകാർ അഭിനന്ദിച്ചു. കാലങ്ങളായിട്ടുള്ള കാലങ്ങളായിട്ട് എങ്ങനെയൊക്കെയോ കിടന്നതാണ്. ഇപ്പോൾ ഇതാ മനുഷ്യനെ പോലെ നടക്കാനായി. അതൊക്കെ കാലത്ത് വന്നതിന് ശേഷം ഇതാ ലൈറ്റും അതുമായിട്ടാണ്. ഇവിടെ ഒന്നും ലൈറ്റ് ഉണ്ടായിരുന്നില്ല. റോട്ടിൽ ലൈറ്റും വന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രസിദ്ധമായ വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. പ്രദേശത്തിന് ഇനി 7 ദിനങ്ങൾ ദിക്റുകളുടെയും മൗലൂദ് പാരായണത്തിന്റേതുമാണ്. ഞായറാഴ്ച രാവിലെയാണ് ജാറം അങ്കണത്തിൽ ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചത്. ഏറ്റവും പ്രസിദ്ധമായ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിനകത്തുള്ള വാഴക്കോട് മക്കാംശ്ശേരി മതസൗഹാർദ്ദത്തിൻ്റെ ശരിയായ സന്ദേശം വിളിച്ചറിയിക്കുകയും അതിൻ്റെ മുഴുവൻ തനിമയും നിലനിർത്തിക്കൊണ്ട് ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടെ 7 ദിവസങ്ങളിലായി നടക്കുന്നതാണ് വാഴക്കോട് മക്കാമിലെ ആണ്ടുനേർച്ച. പതിറ്റാണ്ടുകളായി ഈ സന്ദേശത്തോടുകൂടെ എല്ലാവരുടെയും പരിപൂർണ സഹകരണത്തോടുകൂടെ ഈ ഗ്രാമം മുഴുവൻ പരിസര പ്രദേശത്തെ ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വർത്തമാനകാല നമ്മുടെ സംവിധാനത്തിന് ഏറ്റവും അനിവാര്യമായ മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ സ്നേഹ സന്ദേശവും എല്ലാം കൈമാറാൻ കഴിയാവുന്ന, എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒരുപോലെ കണ്ട് സഹായിക്കാനും കഴിയാവുന്ന ഒരു നല്ല പ്രവർത്തനമാണ്. പ്രാർത്ഥനയ്ക്ക് വാഴക്കോട് പള്ളി ഖത്തീബ് ഹംസ ബാഖവി വല്ലപ്പുഴ നേതൃത്വം നൽകി. ചടങ്ങിൽ മുള്ളൂർക്കര പള്ളി ഖത്തീബ് A അഷറഫ് ദാരിമി, KA ഹംസക്കുട്ടി മൗലവി, AA യൂസഫ് മുസ്ലിയാർ, MM സിദ്ദിഖ് മൗലവി, ഷമീർ ബാഖവി, സെക്രട്ടറി VS സൈദാലിവി, വർക്കിംഗ് സെക്രട്ടറി PA അബ്ദുൽ സലാം, ട്രഷറർ KM ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടിയേറ്റത്തോടനുബന്ധിച്ച് പായസ വിതരണവുമുണ്ടായി. മൗലൂദ് കുത്തുബിയത്ത് വാർഷികത്തിന് KE മൂസ മുസ്ലിയാർ കാണിപ്പയ്യൂർ നേതൃത്വം നൽകും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ചരിത്ര കഥാപ്രസംഗ ഖിസ്സാപ്പാട്ട് ബഷീർ അഹമ്മദ് ബുർഹാനിയും കുഞ്ഞാപ്പു കാരക്കാടും അവതരിപ്പിക്കും. ഉബൈദ് അൻവരി കാരക്കാട്, ഉസ്താദ് അഷ്റഫ് ദാരിമി താഴേക്കോട് എന്നിവർ പ്രഭാഷണം നടത്തും. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന മജ്ലിസുന്നൂർ വാർഷികം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച വൈകിട്ട് ദിക്ർ ദുആ മജ്ലിസ് SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച മൗലീദ് സദസ്സിനും പ്രാർത്ഥനാ സംഗമത്തിനും അബ്ദുറസാഖ് മുസ്ലിയാർ വെൺമേനാട് നേതൃത്വം നൽകും. തുടർന്ന് ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന മഹാ അന്നദാന വിതരണത്തോടെ നേർച്ചാഘോഷത്തിന് സമാപനമാകും. വിപുലമായ പരിപാടികളോടെയാണ് നേർച്ചാഘോഷമെന്ന് വർക്കിംഗ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര കാളികാവിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഒരുക്കങ്ങളായി. ജനുവരി 21 മുതൽ 28 വരെയാണ് യജ്ഞം. വെള്ളിനേഴി ഹരികൃഷ്ണനാണ് യജ്ഞാചാര്യനെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. യജ്ഞത്തോടനുബന്ധിച്ച് 21 രാവിലെ 9 മണിക്ക് മങ്കര മാതൃസമിതിയുടെ നാരായണീയ പാരായണമുണ്ടാകും. രാവിലെ 11 ക്ഷേത്രത്തിലെ ശുചിമുറി ജനങ്ങൾക്ക് തുറന്നു നൽകും. വൈകിട്ട് സുജാത പ്രഭുവും സംഘവും അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരക്കളിയും ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് ആചാര്യന്മാരെ ഉപചാരപൂർവ്വം വേദിയിലേക്ക് ആനയിക്കും. KMK ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ച് യജ്ഞം ഉദ്ഘാടനം ചെയ്യും. 7 നൃത്തസന്ധ്യയും നടക്കും. 22 രാത്രി
ശ്രീകൃഷ്ണ കുചേല ബാലയുണ്ടാകും. 23-ന് വൈകിട്ട് ശ്യാം സുന്ദറിൻ്റെ നൃത്തസന്ധ്യ, തുടർന്ന് കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. 24-ന് വെള്ളിയാഴ്ച വൈകിട്ട് കരോക്കെ ഗാനമേള, 25-ന് വൈകിട്ട് നൃത്തസന്ധ്യ, തിരുവാതിരക്കളി, 26-ന് ബാലെ, 27-ന് സർവൈശ്വര്യ പൂജ, നൃത്തനൃത്യങ്ങൾ, 28-ന് വൈകിട്ട് നാടൻ പാട്ടുകൾ, ദൃശ്യാവിഷ്കാരങ്ങൾ എന്നിവയുമുണ്ടാകും. 22 മുതൽ 28 വരെ എല്ലാ ദിവസവും അന്നദാനം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ ഈ സപ്താഹത്തിൻ്റെ പ്രവർത്തനത്തിന് ഊർജ്ജസ്വലത നേരുകയാണ്. 21-ാം തീയതി മുതൽ 28-ാം തീയതി വരെ നടക്കുന്ന സപ്താഹത്തിൽ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ 21 മുതൽ 28 വരെ നടക്കുന്ന ഈ പരിപാടിയിൽ വൈകുന്നേരം എല്ലാ ദിവസവും, അതായത് രാവിലെ 6 മുതൽ 6 വരെ നടക്കുന്ന സപ്താഹ പാരായണത്തിന് ശേഷം വൈകിട്ട് 6:30 മുതൽ 10 മണി വരെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒഴിവുകൾ നികത്താതെയും ശാഖകൾ വെട്ടിക്കുറച്ചും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയാണെന്ന് ഓൾ ഇന്ത്യ പോസ്റ്റൽ ആൻഡ് RMS പെൻഷനേഴ്സ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് കെ രാഘവേന്ദ്രൻ. പോസ്റ്റൽ RMS പെൻഷനേഴ്സ് ജില്ലാ സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആസൂത്രണ കമ്മീഷന്റേത് ദല്ലാൽ പണിയാണെന്നും രാഘവേന്ദ്രൻ ആരോപിച്ചു. സേവന മേഖലകളിൽ ലാഭനഷ്ടത്തിന്റെ കണക്കെടുപ്പാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വാങ്ങാനായി വരുന്ന കുത്തകകൾക്കു വേണ്ടി കേന്ദ്ര സർക്കാരിൽ ശുപാർശ നടത്തലാണ് ആസൂത്രണ കമ്മീഷൻ ചെയ്യുന്നത്. റെയിൽവേ മേഖലയിൽ പ്രവർത്തിക്കുന്ന RMSന്റെ സേവനവും ഗ്രാമീണ മേഖലയിലെ പോസ്റ്റൽ സംവിധാനവും ഇല്ലാതാക്കുന്നത് കുത്തകകൾക്ക് വേണ്ടിയാണ്. വരുമാനമുള്ള ചരക്ക് നീക്കം സ്വകാര്യ കുത്തകകളുടെ കൈകളിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ എണ്ണം ഓരോ വർഷവും ഭീമമായി കുറയുകയാണ്. സംഘടിത ശക്തികളെ ഇല്ലാതാക്കുകയെന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും രാഘവേന്ദ്രൻ പറഞ്ഞു. has got the distinction to pay homage to our departed comrades every time. When two meetings in between, some comrades of our division passes away and our leaders pass away, and in every meeting, it is very tragic to mention that unlike the service organizations where the homage is given not to its members but to others only, but in our organization we pay homage to our own departed comrades. ജില്ലാ പ്രസിഡന്റ് PM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS രവീന്ദ്രനാഥ്, TS പരമേശ്വരൻ, C മധുസൂദനൻ, V മോഹൻദാസ്, K ബാലകൃഷ്ണൻ, അബ്ദുൾ റഹ്മാൻ, സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജീവനം ഓങ്ങല്ലൂർ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അരികെ പാലിയേറ്റീവ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. വടനംകുറിശി ആരബയിൽ നടന്ന സംഗമം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതി ഉള്ള കാലത്താണ് നമ്മുടെ ഓങ്ങല്ലൂർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ഭാഗം മാറ്റി ജീവനം എന്നുള്ള ഒരു സൊസൈറ്റി നമുക്ക് ആരംഭിച്ചത്. അതിൽ പ്രവർത്തിച്ച നമ്മുടെ സഹപ്രവർത്തകരുള്ളത് നമുക്കറിയാം. അവരുടെ ഓരോരുത്തരുടെ കഴിവും നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്തെന്ന് വെച്ചാൽ അവർക്ക് തളർന്നു കിടക്കുന്ന രോഗികൾക്കും അവർക്ക് രോഗം അനുഭവപ്പെട്ട് ഓരോ ആവശ്യങ്ങൾക്കും നമ്മുടെ ജീവനം കോർഡിനേറ്റർമാരെയും അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരെ വിളിക്കുമ്പോൾ നമ്മുടെ വാർഡുകളിൽ അവരെ ഓടിയെത്തി അവരെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ വലിയൊരു ആശ്വാസമാണ്. അതുപോലെ PHSയും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തും ജീവനും കൂടി സംയുക്തമായിട്ടാണ് നമ്മുടെ ഈ ജീവനം പരിപാടി ഇവിടെ നടത്തുന്നത്. അതിന് ജീവനം ചാരിറ്റബിൾ സൊസൈറ്റിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേരാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, ഡോക്ടർ ശ്രീകുമാർ, നാരായണമൂർത്തി, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഷീജ, TV ഗിരീഷ്, ദാസൻ മാസ്റ്റർ, PP വിജയൻ, ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അനിൽ പുലാശ്ശേരിയുടെ നാടൻ പാട്ടുമുണ്ടായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ജീവനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ
പാലിയേറ്റീവ് സ്നേഹസംഗമമാണ് ആരഭി ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ചത്. പാലിയേറ്റീവ് അംഗങ്ങൾക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ തരത്തിലും വികസനം മുടക്കുക എന്നതാണ് പ്രതിപക്ഷ അജണ്ടയെന്ന് മന്ത്രി എം ബി രാജേഷ്. ആൽക്കഹോൾ നിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച്. മദ്യകമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമസഭയിൽ വരുമ്പോൾ കാണാമെന്നും മന്ത്രി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ PMAY ലൈഫ് ഗുണഭോക്തൃ സംഗമം. 3.5 കോടിയുടെ ഭവന പദ്ധതിയിൽ 7 പഞ്ചായത്തുകളിൽ നിന്നായി 350 ഗുണഭോക്താക്കൾ. ആദ്യഗഡു വിതരണോദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. വാടാനാംകൃഷിയിൽ ജനവാസ മേഖലയിലെ സ്ക്രാപ്പ് ഗോഡൌണിൽ വൻ തീപിടുത്തം. അഗ്നിരക്ഷാസേന തീ നിയന്ത്രണ വിധേയമാക്കിയത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ. 100 കണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ സ്ക്രാപ്പ് ഗോഡൌൺ ജനജീവിതത്തിന് ഭീഷണിയായി മാറുകയാണെന്ന് നാട്ടുകാർ. കേന്ദ്ര നയങ്ങൾ കാർഷിക മേഖലയ്ക്ക് വെല്ലുവിളിയെന്ന് കർഷക സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി MR മുരളി. കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്കായി കേന്ദ്രം കർഷകരെ ബലി കൊടുക്കുന്നു. മങ്കരയിൽ കേരള കർഷക സംഘം കൺവെൻഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.